ഹുക്മ ജീവൻ നൽകും വചനം. ഹുക്മ ഹുക്മ ജ്ഞാനം നൽകും വചനം. ഹുക്മ ജീവൻ നൽകും വചനം. ഹുക്മ ഹുക്മ ജ്ഞാനം നൽകും വചനം. ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. കിഴക്ക് നിന്ന് ഒരു നക്ഷത്രം കടന്നു വരും, എല്ലാറ്റിനെയും ഒന്നിപ്പിക്കുന്ന സ്നേഹത്തിൻ്റെ നക്ഷത്രം. കിഴക്ക് നിന്ന് പ്രത്യക്ഷമാകുന്ന നക്ഷത്രമാണ് ജൂദ. ആ ജൂദാഗോത്രത്തിൻ്റെ അനുഗ്രഹമാണ് നമ്മുടെ കർത്താവായ ഈശോമിശിഹ. രാജാക്കന്മാർ കിഴക്ക് നക്ഷത്രം കാണുകയും ആ നക്ഷത്രത്തെ അനുഗമിക്കുകയും ബേത്ലഹേമിൽ കാലിത്തൊഴുത്തിൽ ഭൂജാതനായ നമ്മുടെ കർത്താവ് ഈശോമിശിഹായെ ആരാധിക്കുകയും വണങ്ങുകയും ചെയ്ത അതേ മനോഭാവത്തോടുകൂടി ജൂദാഗോത്രത്തിൻ്റെ പിൻതലമുറക്കാരനായ നമ്മുടെ കർത്താവ് ഈശോമിശിഹായെ നമുക്ക് ഈ അവസരത്തിൽ ആരാധിക്കുകയും സ്തുതിക്കുകയും കീർത്തനങ്ങൾ പാടുകയും ചെയ്യാം. സ്നേഹമുള്ളവരെ, ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ സമാപനത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കുകയാണ്. 50 അധ്യായങ്ങളുടെ വിവരണങ്ങളിലൂടെ ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കുകയായിരുന്നു. അത് വളരെ മനോഹരമായിട്ട് അത് ഇസ്രായേൽ ജനതയുടെ ജീവിതത്തിൻ്റെ ആരംഭമായിട്ട് മാറ്റുകയാണ്. അല്ലെങ്കിൽ വേറൊരു ഭാഷയെ പറഞ്ഞാൽ ഇസ്രായേലിൻ്റെ ചരിത്രത്തിൻ്റെ ഒരു ഇൻട്രൊഡക്ഷൻ പോലെയാണ് പ്രധാനമായിട്ടും ഈ പുസ്തകത്തെ കാണുന്നത്. അത് മറ്റു പുസ്തകങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് നിൽക്കുകയാണ്. പല ഘടകങ്ങളുണ്ട് ഇത് വ്യത്യസ്തമാകാനുള്ള ഘടകം. അപ്പോൾ ഇതിൻ്റെ സമാപനത്തിൽ നമ്മൾ കാണുന്ന ഒരു വചനഭാഗം കൂടി നമ്മളൊന്ന് മനസ്സിൽ സൂക്ഷിക്കുന്നത് നല്ലതാണ്. 49 അധ്യായം 8 മുതലുള്ള വാക്യങ്ങളിൽ ജൂദ, നിൻ്റെ സഹോദരന്മാർ നിന്നെ പുകഴ്ത്തും, നിൻ്റെ കൈ ശത്രുക്കളുടെ കഴുത്തിൽ പതിക്കും, നിൻ്റെ പിതാവിൻ്റെ പുത്രന്മാർ നിൻ്റെ മുമ്പിൽ കുമ്പിടും. ജൂദ, നീ ഒരു സിംഹക്കുട്ടിയാണ്, എൻ്റെ മകനെ നീ ഇരയിൽ നിന്ന് മടങ്ങിയിരിക്കുന്നു. അവനൊരു സിംഹത്തെപ്പോലെയും സിംഹിയെപ്പോലെയും പതുങ്ങിക്കിടക്കുന്നു. അവനെ ഉണർത്താൻ ആർക്ക് ധൈര്യമുണ്ടാകും? ചെങ്കോൽ യൂദയായി വിട്ടുപോകുകയില്ല, അതിൻ്റെ അവകാശി വന്നു ചേരും വരെ അധികാരദണ്ഡ് അവൻ്റെ സന്തതികളിൽ നിന്ന് നീങ്ങിപ്പോവുകയില്ല, ജനതകൾ അവനെ അനുസരിക്കും. ഈ ഒരു പ്രവചനം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഈ ഒരു അനുഗ്രഹം എന്ന് പറയുന്നത്, ജൂദാദേശത്തിൻ്റെ പ്രാധാന്യത്തെ വിശുദ്ധ ഗ്രന്ഥകാരൻ എടുത്തു കാണിക്കാൻ വേണ്ടിയിട്ട് രൂപകൽപ്പന ചെയ്തിട്ടുള്ളതാണ്. കാരണം വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ ആരംഭം മുതൽ അവസാനം വരെ നമ്മൾ കാണുന്നത് ജൂദാഗോത്രത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചാണ്. അതിന് കാരണം ഈ പുസ്തകം എഴുതപ്പെടുന്ന സാഹചര്യം ബാബിലോൺ പ്രവാസത്തിലും പ്രവാസാനന്തരവുമാകുമ്പോൾ ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്ന ഗോത്രമെന്ന് പറയുന്ന പ്രോമിനൻ്റ് ആയിട്ടുള്ള ഗോത്രം ജൂദാഗോത്രമാണ്. ബാബിലോൺ പ്രവാസത്തിലേക്ക് പോയിരുന്ന ഗോത്രം ജൂദാഗോത്രമാണ്. ആ ഗോത്രം തന്നെയാണ് പിന്നീട് തിരിച്ചു വരുന്നതും. ഈ ഗോത്രത്തിന് ഒരൊറ്റ ഒരു ദൗത്യമേ ഉള്ളൂ, എല്ലാ ഗോത്രങ്ങളെയും ഒന്നിപ്പിക്കുന്ന ഗോത്രമാണ് ജൂദാഗോത്രം. ഇത് വെറും ഒരു ഗോത്രമല്ല, മറിച്ച് എല്ലാ ഗോത്രങ്ങളെയും ഒന്നിപ്പിക്കാൻ വേണ്ടി ദൈവം തീരുമാനിച്ചിരിക്കുന്ന ഗോത്രമാണ് ജൂദാഗോത്രം. അതുകൊണ്ടാണ് ദൈവം ഇസ്രായേലിനെ, ജൂദായെ പ്രത്യേകമായിട്ട് തിരഞ്ഞെടുത്ത് ഈ വചനഭാഗം അവർക്ക് നൽകിയത്. ചെങ്കോലൊരിക്കലും യൂദയായെ വിട്ടുപോവുകയില്ല. എന്തുകൊണ്ടാണ് ജൂദാഗോത്രത്തെ തിരഞ്ഞെടുക്കാനുള്ള കാരണം? 2 പ്രധാനപ്പെട്ട കാരണങ്ങൾ. ഒന്ന്, ജൂദാഗോത്രത്തിലെ ദാവീദ് രാജാവാണ് ഇസ്രായേലിനെ മുഴുവനെയും ഒന്നിപ്പിക്കുന്ന ഘടകമായിട്ട് പ്രവർത്തിച്ചത്, വ്യക്തിയായിട്ട് പ്രവർത്തിച്ചത്. ദാൻ മുതൽ ബർഷബ വരെ ഇസ്രായേൽ എന്ന് പറയുന്ന ഒറ്റ ഗ്രൂപ്പിനെ, 12 ഗോത്രങ്ങളടങ്ങുന്ന ഒറ്റ ഗ്രൂപ്പിനെ നയിച്ചത് യഥാർത്ഥത്തിൽ ഈ ദാവീദാണ്. അതുകൊണ്ടാണ് ഒന്നാമതായി ഈ ജൂദാഗോത്രത്തിന് അത്രമാത്രം പ്രാധാന്യം. രണ്ടാമത്തെ പ്രാധാന്യമാണ്, എടുത്തു പറയേണ്ട ഒരു പ്രാധാന്യം, ജൂദാഗോത്രത്തിലാണ് ജെറുസലേം ദേവാലയം സ്ഥിതി ചെയ്തിരുന്നത്. ആ ജെറുസലേം ദേവാലയത്തോടുള്ള ബന്ധം, മറ്റു ഗോത്രങ്ങൾക്കുള്ള ബന്ധമാണ് ആ ഗോത്രങ്ങളെ ഈ ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യത്തെ സന്തോഷത്തിലേക്ക് അല്ലെങ്കിൽ സമൃദ്ധിയിലേക്ക് കൊണ്ടുപോകുന്ന പ്രധാനപ്പെട്ട ഘടകം. ഈ 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ വെച്ചുകൊണ്ടാണ് ജൂദാഗോത്രത്തിൻ്റെ പ്രസക്തി വിശുദ്ധ ഗ്രന്ഥത്തിൽ നമ്മൾ കാണുന്നത്. ജൂദ തിന്മ ചെയ്തു, പക്ഷേ ആ തിന്മ നന്മയായിട്ട് ഭവിക്കുകയാണ് ചെയ്യുന്നത്. അതാണ് വിശുദ്ധ ഗ്രന്ഥകാരൻ ചെയ്യുന്നത്. ഉൽപ്പത്തി പുസ്തകം 38 അധ്യായത്തിൽ നമ്മളത് വെറുതെ മാറ്റിവെച്ചതല്ല. ഈ ഭാഗം പറയുമ്പോൾ ഇതിനോട് ചേർത്ത് പറയാൻ വേണ്ടിയിട്ടാണ് ഉൽപ്പത്തി പുസ്തകം 38 അധ്യായം മാറ്റിവെച്ചത്. എന്താണ് സംഭവിക്കുക? 38 അധ്യായത്തിൽ ജോസഫിൻ്റെ കഥ തുടങ്ങുന്ന അവസരത്തിൽ ഒരു ചെറിയൊരു കഥ കൂട്ടിച്ചേർക്കുകയാണ് ചെയ്യുന്നത്. ജൂദായുടെയും താമാറിൻ്റെയും കഥ. അത് തുടങ്ങുന്നത് ഇങ്ങനെയാണ്. ജൂദ
തൻ്റെ സഹോദരന്മാരെ വിട്ട് ഹീറ എന്നു പേരായ ഒരു അതുല്ലാംകാരൻ്റെ അടുത്തേക്ക് പോയി. ആ വാക്ക് എബ്രായ ഭാഷയെ വായിക്കുമ്പോൾ അല്പം കൂടെ മനസ്സിലാക്കാൻ പറ്റും. യറാദ് എന്നുള്ള ഹീബ്രു വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. യറാദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കം ഡൗൺ എന്നാണ്. കം ഡൗൺ, കമ്മിങ് ഡൗൺ ഫ്രം ഹിസ് ബ്രദേഴ്സ് എന്നാണ് അർത്ഥം. അതിൻ്റെ അർത്ഥം അല്പം കൂടെ ജിയോഗ്രഫിക്കലായിട്ട് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇസ്രായേലിൻ്റെ ഗോത്രങ്ങളെല്ലാം വിന്യസിപ്പിച്ചിരുന്നത് യഥാർത്ഥത്തിൽ നോർത്തേൺ പ്രദേശത്താണ്. രണ്ട് കാരണങ്ങളുണ്ട്. കാരണം ഈ ഗോത്രങ്ങൾക്കുള്ള പച്ചപ്പ് നിറഞ്ഞ സ്ഥലം നോർത്തേൺ പ്രദേശമാണ്. അവിടെ ഗലീലി തടാകമുണ്ട്, മെഡിറ്ററേനിയൻ കടലുണ്ട്, അതുപോലെ തന്നെ കുന്നിൻ പ്രദേശങ്ങളുണ്ട്. അതുകൊണ്ട് കൂടുതലായിട്ട് പച്ചപ്പ് നിറഞ്ഞ സ്ഥലം നോർത്തേൺ പ്രദേശമാണ്. സദേം പ്രദേശത്താണ് ജൂദയ മരുഭൂമി കിടക്കുന്നത്, നെഗവ് മരുഭൂമി കിടക്കുന്നത്, താഴെയുള്ള പാരാൻ മരുഭൂമി കിടക്കുന്നത്. ഇങ്ങനെ താഴേക്ക് പോകുമ്പോൾ സദേൻ ഭാഗത്തേക്ക് പോകുമ്പോൾ മരുഭൂമികൾ മാത്രമേ ഉള്ളൂ, വെള്ളമൊന്നുമില്ല. അതുകൊണ്ട് ആദ്യത്തെ ആളുകൾ വന്ന് താമസമാക്കിയത് നോർത്തേൺ ഭാഗത്താണ്. അതുകൊണ്ട് തന്നെ ജൂദ നോർമലി നോർത്തേൺ ഭാഗത്തായിരുന്നിരിക്കാം അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ സെറ്റിൽമെൻറ്റ് ഉറപ്പിച്ചിരുന്നത്. പിന്നീട് അദ്ദേഹം താഴേക്ക് പോവുകയാണ് ചെയ്തത്. അതിന് സഹോദരങ്ങളിൽ നിന്ന് വിഭിന്നമായിട്ട് താഴോട്ട് പോരുന്നു. അതിനുള്ള കാരണം എന്ന് പറയുന്നതാണ് ഹീറ എന്നു പേരായ ഒരു അതുല്ലാംകാരൻ്റെ അടുത്തേക്ക് പോയി അവിടെ അവൻ ഷൂവ എന്നു പേരായ ഒരു കാനാൻകാരൻ്റെ മകളെ കല്യാണം കഴിച്ചു. ഇതാണ് പറയുന്നത്. ഇവിടെ യൂദാദേശം പാപം ചെയ്യുക. ആ പാപം ഒരു കാനാൻകാരിയെ കല്യാണം കഴിക്കുന്നതിലൂടെ നടക്കുന്ന പാപമാണ്. ഈ കല്യാണത്തിലൂടെ ഇവർക്ക് 3 മക്കളുണ്ടായി. ലേവ്യ ഗോത്രത്തിൻ്റെ ലേവ്യ നിയമം അനുസരിച്ച് ലേവി റൈറ്റ് മാരിയേജ് എന്ന് പറയുന്ന ഒരു മാരിയേജിനെ കുറിച്ച് നിയമാവർത്തനം 25-ാമത്തെ അധ്യായത്തിൻ്റെ 1 മുതൽ 10 വരെയുള്ള വചനഭാഗങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ എന്താണ് സംഭവം നടക്കുക? ജൂദായുടെ 1-ാമത്തെ പുത്രൻ ഏർ, 2-ാമത്തെ പുത്രൻ ഓനാൻ, 3-ാമത്തെ പുത്രൻ ഷേല. അപ്പോൾ ഏറിന് ജൂദ ഒരു ഭാര്യയെ കൊടുത്തു. 1-ാമത്തെ പുത്രനായ ഏറിന് ജൂദ ഒരു ഭാര്യയെ കൊടുത്തു. ആ ഭാര്യയുടെ പേരാണ് താമാർ. ഏർ മക്കളില്ലാതെ മരിച്ചു. മക്കളില്ലാതെ മരിച്ചു കഴിഞ്ഞാൽ അടുത്ത ആളിനെ ഭർത്താവായിട്ട് സ്വീകരിക്കണം. അങ്ങനെ 2-ാമത്തവൻ ആയ ഓനാൻ എന്ന് പറയുന്നവനെ ഭർത്താവായിട്ട് സ്വീകരിച്ചു. താമാർ ഓനാനെ ആയിട്ട് കല്യാണം കഴിച്ചു. അപ്പോഴാണ് മനസ്സിലാകുന്നത് അവൻ മരിച്ചു. മരിച്ചത് എന്തെങ്കിലും ഒരു പൈശാചിക ബന്ധം കൊണ്ടായിരിക്കാം. അതുകൊണ്ട് ഓനാൻ എന്ന് പറയുന്ന വ്യക്തി അത് ലൈംഗിക ബന്ധത്തിലേർപ്പെട്ടപ്പോൾ അത് ബീജം നിലത്ത് വീഴ്ച കളഞ്ഞു എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം അപ്പോൾ അവനും മരിച്ചു, ഓനാനും മരിച്ചു. ഇനി അടുത്ത ആളിനെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അവനും മരിക്കുമെന്ന് വിചാരിച്ചുകൊണ്ട് ജൂദ ഈ താമാറിനെ അവിടെ നിന്ന് പറഞ്ഞു വിടുന്ന രംഗമാണ് നമ്മളിവിടെ കാണുന്നത്. ഇതാണ് യഥാർത്ഥത്തിൽ ആദ്യത്തെ എപ്പിസോഡ്. ഇതിനോട് ചേർത്ത് വേണം നമ്മൾ നിയമാവർത്തന പുസ്തകം 25-ാം അധ്യായം 5 മുതലുള്ള തിരുവചനം വായിക്കാൻ. സഹോദരന്മാർ ഒരുമിച്ച് താമസിക്കുമ്പോൾ അവരിൽ ഒരാൾ പുത്രനില്ലാതെ മരിച്ചു പോയാൽ അവൻ്റെ ഭാര്യ അന്യനെ വിവാഹം ചെയ്തുകൂടാ. ഭർത്താവിൻ്റെ സഹോദരൻ അവളെ പ്രാപിക്കുകയും ഭാര്യയായി സ്വീകരിച്ച് ഭർതൃസഹോദര ധർമ്മം നിർവഹിക്കുകയും ചെയ്യണം. പരേതനായ സഹോദരൻ്റെ നാമം ഇസ്രായേലിൽ നിന്ന് മാഞ്ഞു പോകാതിരിക്കാൻ അവളുടെ ആദ്യജാതന് അവൻ്റെ പേരിടണം. സഹോദരൻ്റെ വിധവയെ സ്വീകരിക്കാൻ ഒരുവൻ വിസമ്മതിക്കുന്നെങ്കിൽ അവൾ പട്ടണവാതിൽക്ക് ചെന്ന് ശ്രേഷ്ഠന്മാരോട് ഇങ്ങനെ പറയട്ടെ: എൻ്റെ ഭർതൃസഹോദരൻ്റെ തൻ്റെ സഹോദരൻ്റെ നാമം ഇസ്രായേൽ നിലനിർത്താൻ വിസമ്മതിക്കുന്നു, അവൻ ഭർതൃസഹോദര ധർമ്മം നിറവേറ്റുന്നില്ല. അപ്പോൾ അവൻ്റെ പട്ടണത്തിലെ ശ്രേഷ്ഠന്മാർ അവനെ വിളിപ്പിച്ച് അവനോട് സംസാരിക്കണം. എന്നാൽ അവൻ തൻ്റെ തീരുമാനത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് ഇവളെ സ്വീകരിക്കാൻ എനിക്ക് ഇഷ്ടമില്ല എന്ന് പറഞ്ഞാൽ അവൻ്റെ സഹോദരൻ്റെ വിധവ ശ്രേഷ്ഠന്മാരുടെ സന്നിധിയിൽ ചെന്ന് അവൻ്റെ അടുക്കൽ ചെന്ന് അവൻ്റെ പാദത്തിൽ നിന്ന് ചെരുപ്പഴിച്ചു മാറ്റുകയും അവൻ്റെ മുഖത്ത് തുപ്പുകയും ചെയ്തതിന് ശേഷം സഹോദരൻ്റെ ഭവനം പണിയാത്തവനോട് ഇപ്രകാരം ചെയ്യും എന്ന് പറയണം. ഇതാണ് ഡ്യൂട്രോണമി 25:5 മുതൽ കൊടുത്തിരിക്കുന്ന നിയമം. ഇവിടെ ആദ്യത്തെ നിയമം നടപ്പിലാക്കപ്പെടുകയാണ്. സഹോദരൻ മരിച്ചു, സഹോദരൻ്റെ ഭാര്യയെ രണ്ടാമൻ കല്യാണം കഴിച്ചു. എന്നാൽ രണ്ടാമനും മരിച്ചപ്പോഴത്തേക്കിനും പിതാവ് വിചാരിച്ചു, അയ്യോ ഇവളെ കണ്ടു കഴിഞ്ഞാൽ ഇവളുമായിട്ട് ചേരുന്നവരെല്ലാവരും മരിച്ചു പോകുമല്ലോ എന്ന് വിചാരിച്ചുകൊണ്ട് ഇവളെ പറഞ്ഞു വിടുകയാണ്. അപ്പം ഇവൾ ചെയ്യേണ്ടിയിരുന്നത് വേണ്ട എങ്കിൽ അവരുടെ കാല് പൊടികൊണ്ട് തട്ടി അല്ലെങ്കിൽ അവൻ്റെ പാദത്തിൽ നിന്ന് ചെരുപ്പഴിച്ചു മാറ്റുകയും അവൻ്റെ മുഖത്ത് തുപ്പുകയും അടിക്കുകയും ചെയ്തിട്ട് പോകണം. പക്ഷേ
ഈ താമാർ അതിന് കൂട്ടാക്കുന്നില്ല. മറിച്ച് ആ കുടുംബത്തിൽ തന്നെ തുടരാൻ താമാർ തീരുമാനിക്കുന്നു. അങ്ങനെയാണ് ജൂദ എന്ന് പറയുന്ന അപ്പൻ യാത്ര ചെയ്തു പോകുമ്പോൾ ഒരു വഴിയരികിൽ ഒരു പ്രച്ഛന്ന വേഷത്തിൽ നിന്ന ഈ സ്ത്രീയെ കാണുകയും ഇവളെ സ്നേഹിക്കുകയും ഇവളുമായിട്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുകയും അതിനുശേഷം ഇവളെ വീട്ടിലേക്ക് കൊണ്ടുവരികയും അതിനു മുൻപായി ഇവൻ്റെ മുദ്രമോതിരവും വടിയും കൊടുത്ത് ഇവളെ സ്വന്തമാക്കുകയും ചെയ്തു. ഇവൾ ഗർഭിണിയായി. ആരാണ് ഇവളുടെ ഗർഭത്തിന് അവകാശം എന്ന് ചോദിച്ചപ്പോൾ ഇതാ ജൂദായുടെ പേര് ഇവൾ പറയുകയും അങ്ങനെ താമാറിൽ നിന്ന് ജൂദായിക്ക് ഒരു പുത്രനുണ്ടാകുകയും ചെയ്തു. ആ പുത്രൻ്റെ പേരാണ് പേരസ്. ഈ പേരസ് ആരാണ്? ജൂദാ ഗോത്രത്തിലെ ദാവീദിൻ്റെ പൂർവ്വ പിതാവായ പേരസാണ്. അങ്ങനെയാണ് ജൂദാ ഗോത്രത്തിൻ്റെ പ്രാധാന്യത്തെ ഈ ഒരു ചെറിയ എപ്പിസോഡിലൂടെ അവതരിപ്പിച്ചിരിക്കുക. കാരണം നമുക്കറിയാം ജൂദായുടെയും താമാറിൻ്റെയും ഈ ഒരു അൺലോഫുള്ളായിട്ടുള്ള പ്രവൃത്തി, അത് വിശുദ്ധ ഗ്രന്ഥകാരൻ നമ്മളൊക്കെ പറയും അൺലോഫുൾ എന്ന് പറഞ്ഞാൽ പോലും വിശുദ്ധ ഗ്രന്ഥകാരൻ്റെ മനസ്സിൽ ഇത് ഒരു പ്രത്യേക ഒരു വഴി തുറക്കുന്ന ഒരനുഭവമാണ്. ആ വഴി മറ്റൊന്നുമല്ല, ജൂദാ ഗോത്രത്തിൻ്റെ പ്രധാനപ്പെട്ട വ്യക്തിയായ ദാവീദ് രാജാവിൻ്റെ വംശ പരമ്പരയിലേക്ക് വഴി തുറക്കുന്ന ഒരു പദ്ധതിയാണ്. അപ്പോൾ ദാവീദിൻ്റെ ജനനവും ദാവീദിൻ്റെ വംശാവലിയും ഒക്കെ പരിശോധിക്കുമ്പോൾ ഇങ്ങനെയുള്ള ബാക്ക്ഗ്രൗണ്ടുകളൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ദൈവം എങ്ങനെയാണ് ജൂദാ ഗോത്രത്തെ ഉയർത്തിയത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതുപോലെ തന്നെ ഇവരെ വിശുദ്ധ ഗ്രന്ഥം എഴുതുന്ന കാലഘട്ടത്തിൽ ജൂദാ ഗോത്രത്തിൻ്റെ പ്രാധാന്യത്തെ അത്രമാത്രം പ്രാധാന്യമുള്ള, പ്രത്യേകിച്ച് ജെറുസലേം ദേവാലയവുമായിട്ട് ബന്ധമുള്ള ഈ ജൂദാ ഗോത്രത്തിന് ഒരിക്കലും അതിൻ്റെ മോശമായിട്ടുള്ള ജീവിത സാഹചര്യങ്ങൾ കടന്നു വരികയില്ല എന്നുള്ള ഒരു ഉപദേശവും നമുക്ക് നൽകുകയാണ്. ദൈവമായ കർത്താവ് അങ്ങനെയാണ് ഇസ്രായേൽ ജനത്തെ രൂപപ്പെടുത്തിയെടുക്കുന്നത് എന്നതിൻ്റെ സൂചന കൂടിയാണ് ഇങ്ങനെയുള്ള സംഭവങ്ങൾ രേഖപ്പെടുത്തിയിരിക്കുക. അതുകൊണ്ട് ജൂദാ ഗോത്രത്തിന് അത്രമാത്രം പ്രാധാന്യമുണ്ട് എന്ന് വിശദമാക്കുന്ന ഒരു ഭാഗത്തോടു കൂടിയാണ് ഈ ഉൽപ്പത്തി പുസ്തകം സമാപിക്കുന്നത്. ഇനി കടന്നു വരുന്ന ഭാഗങ്ങളിലൊക്കെ ഈ പ്രാധാന്യം എടുത്തു കാണിക്കാൻ പറ്റും. പ്രത്യേകിച്ച് ന്യായാധിപന്മാരുടെ പുസ്തകം മുതൽ ജൂദാ ഗോത്രത്തിൻ്റെ പ്രാധാന്യം എടുത്തു കാണിക്കാൻ പറ്റും. ന്യായാധിപന്മാരുടെ പുസ്തകം 1-ാം അധ്യായം 1-ാം വാക്യം തന്നെ തുടങ്ങുന്നത് ആരാണ് ഞങ്ങൾക്ക് വേണ്ടി പോകുന്നത്, കാനാന്യർക്കെതിരെ യുദ്ധം ചെയ്യാൻ ആരാണ് ഞങ്ങൾക്ക് വേണ്ടി പോകുന്നത് എന്നുള്ള ചോദ്യത്തിന് ഉത്തരമായി ജൂദാ പോക്കോളും എന്ന് പറയുന്നതിലൂടെ ജൂദായുടെ പ്രാധാന്യത്തെ എടുത്തു കാണിക്കുകയാണ്. ജൂദായുടെ പ്രാധാന്യം മനോഹരമായിട്ട് അവതരിപ്പിച്ചിരിക്കുന്ന പുസ്തകമാണ് 2 സാമുവേലിൻ്റെ പുസ്തകം 7-ാം അധ്യായം 12 മുതലുള്ള തിരുവചന ഭാഗങ്ങൾ. പ്രത്യേകിച്ച് ദാവീദ് രാജാവിന് ദൈവമായ കർത്താവ് കൊടുക്കുന്ന ഒരു വാഗ്ദാനമുണ്ട്. ആ വാഗ്ദാനമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. നിൻ്റെ ദിനങ്ങൾ പൂർത്തീകരിക്കപ്പെടുമ്പോൾ, നീ പിതാക്കന്മാരോട് ചേർന്ന് കഴിയുമ്പോൾ ഞാൻ നിൻ്റെ ഔരസപുത്രനെ ഉയർത്തും. അവൻ്റെ രാജ്യം ഞാൻ എന്നേക്കും നിലനിൽക്കും. അവൻ എനിക്ക് വേണ്ടി ഒരു ആലയം പണിയും. ഞാൻ അവന് പിതാവും അവൻ എനിക്ക് പുത്രനുമായിരിക്കും എന്ന് പറയുന്നതിലൂടെ ജൂദാ ഗോത്രത്തിൽപ്പെട്ട ദാവീദ് രാജാവിന് ഒരു അനുഗ്രഹം കൊടുക്കുമ്പോൾ ആ അനുഗ്രഹം ജൂദാ ദേശത്തിന് കൊടുക്കുന്ന അനുഗ്രഹമാണ്. ആ അനുഗ്രഹം 2 അനുഗ്രഹമാണ്. ഒന്ന്, ചെങ്കോലൊഴിയാത്ത രീതിയിൽ അവൻ്റെ രാജ്യം എന്നും സുസ്ഥിരമായിരിക്കും എന്നുള്ള അനുഗ്രഹം. 2-ാമത്തെ അനുഗ്രഹമാണ്, ആ അനുഗ്രഹം പൂർത്തീകരിക്കപ്പെടണമെന്നുണ്ടെങ്കിലോ ചെങ്കോലൊഴിയാതെ എന്നും നിൻ്റെ രാജ്യം സുസ്ഥിരമായിരിക്കുമെന്ന് പറയുന്ന അനുഗ്രഹം പൂർത്തീകരിക്കപ്പെടണമെന്നുണ്ടെങ്കിൽ അത് ജെറുസലേം ദേവാലയത്തോട് ബന്ധപ്പെട്ടാണ് ഇരിക്കുന്നത്. ജെറുസലേം ദേവാലയം ഉള്ളിടത്തോളം കാലം ജെറുസലേം ദേവാലയത്തിൻ്റെ ആ സാന്നിധ്യത്തിൽ നിന്നുകൊണ്ട് ഈ ജൂദാ ഗോത്രത്തിന് ഒരു വിധത്തിലും മോശം സംഭവിക്കുകയില്ല, ഒരു തരത്തിലും ക്ഷയം സംഭവിക്കുകയില്ല എന്ന് കൃത്യമായിട്ട് പറയുന്ന ഭാഗമാണ് ആ ഒരു വലിയ പ്രോമിസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ അൺകണ്ടീഷണൽ പ്രോമിസ് എന്ന് പറയുന്നത്. വീണ്ടും ജൂദാ ദേശത്തിൻ്റെ പ്രാധാന്യത്തെ ഒരു എസ്കത്തോളജിക്കൽ ലെവലിൽ അവതരിപ്പിക്കുന്ന ഭാഗമാണ് എസെക്കിയേലിൻ്റെ പുസ്തകം 48-ാമത്തെ അധ്യായത്തിൽ. എല്ലാ ഗോത്രങ്ങളും ഒന്നിച്ച് നിൽക്കുക. എല്ലാ ഗോത്രങ്ങളെയും, റൂബനെയും ഗാദിനെയും മനാസ എല്ലാ ഗോത്രങ്ങളെയും, ബെഞ്ചമിനെ എല്ലാവരെയും ഒന്നിച്ചു കൂട്ടി ജൂദാദേശമാകുന്ന ആ വലിയ സാങ്ച്വറിയുടെ അടുത്തേക്ക് കൊണ്ടുവരുന്ന രംഗമാണ് യഥാർത്ഥത്തിൽ 48-ാമത്തെ അധ്യായത്തിൽ
നമ്മൾ കാണുക. ഓരോ പ്രദേശങ്ങളെയും വിവരിക്കുന്നതോടൊപ്പം തന്നെ യൂദാദേശത്തിന് കൊടുക്കുന്ന പ്രാധാന്യം വളരെയധികം വാക്യങ്ങളിലൂടെ, ഏകദേശം ഒരു 18ഓളം വാക്യങ്ങളിലൂടെ, 8 മുതൽ 24 വരെയുള്ള വാക്യങ്ങളിലൂടെ ഇത് അവതരിപ്പിച്ചിരിക്കുകയാണ്. യൂദായുടെ ആ സാങ്ച്വറിയുടെ പ്രത്യേകത അവതരിപ്പിച്ചിരിക്കുകയാണ്. ഇപ്രകാരം ഈ യൂദാദേശത്തിന് കൊടുക്കുന്ന പ്രാധാന്യത്തെ വിശുദ്ധ ഗ്രന്ഥത്തിൽ മുൻപ് നിർത്തിക്കൊണ്ടാണ് ഈ യാക്കോബിൻ്റെ അനുഗ്രഹത്തിൽ യൂദായോട് പറയുന്നത്, യൂദാ, നീ ഒരു സിംഹക്കുട്ടിയാണ്, ഇരയുടെ അടുത്തേക്ക് നീ പാഞ്ഞെത്തിയിരിക്കുന്നു, ചെങ്കോൽ യൂദയായി വിട്ടുപോകുകയില്ല, അവൻ്റെ അവകാശി വന്നു ചേരുന്നവരെ അതവിടെ തന്നെ നിൽക്കുമെന്ന് പറഞ്ഞുകൊണ്ട് നിരന്തരം നിൽക്കുന്ന ദൈവസാന്നിധ്യത്തെ, ദൈവികമായിട്ടുള്ള രാജ്യത്വത്തെയാണ് ഇവിടെ പ്രധാനമായിട്ടും സൂചിപ്പിക്കുക. അപ്പോൾ അതുകൊണ്ട് ഇത് മിശിഹ എന്ന് പറയുന്ന വ്യക്തിയിലേക്ക് കടന്നു വരുന്നുണ്ട്. യൂദാഗോത്രം ബാബിലോൺ പ്രവാസകാലത്തും അതിനുശേഷവുമുള്ള മെശിഹ എന്ന് പറയുന്ന കൺസെപ്റ്റിലേക്ക് കടന്നു വരുന്നുണ്ട്. കാരണം നമുക്കറിയാം, യഹോ യാക്കിൻ രാജാവ്, അതായത് ബാബിലോണിലേക്ക് പ്രിസണർ ഓഫ് വാറായി ബാബിലോൺകാർ നെബൂഖദ്നേസർ രാജാവ് 597 പിടിച്ചുകൊണ്ടുപോയ യഹോയാക്കിൻ എന്ന് പറയുന്ന രാജാവ്, അദ്ദേഹത്തെ അവിൽ മർദൂക്ക് എന്ന് പറയുന്ന ബാബിലോൺ രാജാവ് മോചിപ്പിച്ചത് 567 കാലഘട്ടങ്ങളിലാണ്. അദ്ദേഹം നേരെ വരുന്നത് ബാബിലോണിലേക്കാണ്. അദ്ദേഹം യൂദാഗോത്രത്തിൻ്റെ സന്തതിയാണ്. ബാബിലോണിൽ വന്ന് ആ ബാബിലോണിൽ വെച്ച് അദ്ദേഹത്തിൻ്റെ പുത്രനുണ്ടായി. ആ പുത്രൻ്റെ പേരാണ് ശെലാത്തിയേൽ. അദ്ദേഹത്തിൻ്റെ പുത്രൻ്റെ പേരാണ് സെറുബാബേൽ. അങ്ങനെ സെറുബാബേൽ എന്ന് പറയുന്ന ഈ യൂദാ കുടുംബത്തിൽപ്പെട്ട അദ്ദേഹത്തെ വിളിക്കുന്നത് സേമാഹ് എന്നാണ് ഹീബ്രു ഭാഷയിൽ. കാരണം അത് ഷൂട്ട് എന്നാണ്, ബ്രാഞ്ച് എന്നാണ് പറയുന്നത്. ആ ബ്രാഞ്ച് എന്ന ആ ബ്രാഞ്ചായ സേമാഹായ നമ്മുടെ ഈ സെറുബാബേൽ നേരെ വാഗ്ദാന ദേശത്തേക്ക് ആദ്യത്തെ ബാബിലോൺ പ്രവാസകാല ആളുകളെ കൂട്ടിക്കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. ഇങ്ങനെ ഒരു മിശിഹ എന്ന് പറയുന്ന കൺസെപ്റ്റ് നേരെ മെല്ലെ രൂപപ്പെടുത്തിയെടുക്കുന്ന കാലഘട്ടമാണ് ബാബിലോൺ പ്രവാസ കാലഘട്ടം. അതെല്ലാം ലക്ഷ്യം വയ്ക്കുന്നത് യൂദാ എന്ന് പറയുന്ന ആ വ്യക്തിയിലൂടെ കടന്നു വരുന്ന വലിയൊരു അനുഗ്രഹത്തെയാണ്. അതുകൊണ്ടാണ് ചെങ്കോൽ യൂദയായെ വിട്ടുപോവുകയില്ല എന്നുള്ള ആശയം ഇവിടെ വ്യക്തമാക്കുന്നത്. വിശുദ്ധ ഗ്രന്ഥത്തിലെ ഏതു ഭാഗങ്ങളെടുത്ത് നോക്കിക്കാലും ഇതേ ആശയം തന്നെ രൂപപ്പെട്ടു വരാൻ സാധിക്കും. അതുകൊണ്ട് ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ സമാപനത്തിലേക്ക് നമ്മൾ എത്തുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട 1-2 കാര്യങ്ങൾ സൂചിപ്പിച്ചുകൊള്ളട്ടെ. ഈ പുസ്തകം മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഇസ്രായേലിൻ്റെ ചരിത്രം നമ്മൾ മനസ്സിലാക്കണം. ആ ചരിത്രത്തിലൂടെയുള്ള യാത്രയാണ് നമ്മൾ പോയത്. ഓരോ ഭാഗങ്ങൾ പറയുമ്പോഴും ഇസ്രായേലിൻ്റെ പിന്നിലുള്ള ചരിത്രം മുഴുവനും മനസ്സിലാക്കിയിട്ട് മാത്രമേ ഈ വചനഭാഗത്തെ വ്യാഖ്യാനിക്കാൻ പറ്റുകയുള്ളൂ. അല്ലാതെ പെട്ടെന്ന് വ്യാഖ്യാനിക്കാൻ പറ്റുന്ന സംഗതിയല്ല. രണ്ടാമത്തെ കാര്യം, അബ്രാഹത്തെയും ഇസഹാക്കിനെയും യാക്കോബിനെയും ഒക്കെ എടുക്കുമ്പോൾ അവരെ ഹോളിസ്റ്റിക്കായിട്ട് എടുക്കുക, പൂർണ്ണമായിട്ടും എടുക്കുക, അവരുടെ ജീവിതത്തെ മുഴുവനും ആസ്പദമാക്കി എടുക്കുക. ക്രോണോളോജിക്കൽ സീക്വൻസിൽ എടുക്കാതെ സാൽവേഷൻ സീക്വൻസിൽ എടുക്കുക. ഈ അബ്രാഹത്തിൻ്റെ സാൽവേഷൻ ഹിസ്റ്ററി എടുക്കുക, യാക്കോബിൻ്റെ എടുക്കുക, ഇസഹാക്കിൻ്റെ എടുക്കുക. അങ്ങനെ ഇവരെ പൂർണ്ണമായിട്ട് മനസ്സിലാക്കുമ്പോൾ മാത്രമേ ഇതിൻ്റെ ഉള്ളിലുള്ള ദൈവശാസ്ത്രത്തിന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുകയുള്ളൂ. മൂന്നാമത്തെ കാര്യം അറിഞ്ഞിരിക്കേണ്ടത്, ഈ ഇസ്രായേൽ ജനം തങ്ങളുടെ പൂർവികരെ അനുസ്മരിക്കുന്നത് ഇതിലൂടെയാണ്. അവരനുഭവിച്ച വേദനകളും വിഷമതകളും പ്രയാസങ്ങളും, അല്ലെങ്കിൽ അവരനുഭവിച്ച അവരുടെ ജീവിതത്തിലേക്ക് കടന്നു വന്ന നിയമങ്ങളും, അതെല്ലാം ഈ വ്യക്തികളിലൂടെ കടന്നു വന്ന നിയമങ്ങളാണ്. അവരും ഇതിന് അവകാശികളാണ്, അല്ലെങ്കിൽ നിയമങ്ങൾ അനുസരിച്ചവരാണ് എന്നുള്ള ഒരു വിശ്വാസത്തിലേക്ക് കടന്നു പോകുമ്പോഴാണ് പൂർവികരെക്കുറിച്ചുള്ള ആ ബോധ്യം ഇസ്രായേലിൻ്റെ ജീവിതത്തിൽ എപ്പോഴും ശക്തമായിട്ട് നിൽക്കുന്നത്. അതാണ് മൂന്നാമത്തെ കാര്യം. അടുത്തത്, ഈ ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ ആദ്യത്തെ അധ്യായങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് വെറുമൊരു കഥയായിട്ടല്ല, ഏതെങ്കിലും മിത്തോളജി ആയിട്ടല്ല, മറിച്ച് ഈ പുസ്തകങ്ങൾക്ക് വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ മുഴുവൻ്റെയും ദൈവശാസ്ത്രവുമായിട്ട് അഭേദ്യമായിട്ടുള്ള ബന്ധമുണ്ട്. അതുകൊണ്ട് ഇങ്ങനെയുള്ള പഠനങ്ങളിലൂടെ വേണം യഥാർത്ഥത്തിൽ നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തെ മനസ്സിലാക്കാൻ, പ്രത്യേകിച്ച് ഉൽപ്പത്തി പുസ്തകത്തെ മനസ്സിലാക്കാൻ വേണ്ടി. അതുകൊണ്ട് ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ സമാപനത്തിൽ എത്തി നിൽക്കുമ്പോൾ ദൈവം നമുക്ക് നൽകിയ വെളിപാടിൻ്റെ അനുഭവത്തിലേക്ക് നമുക്കൊന്ന് കടന്നു വരാം. ദൈവം നമ്മെ സൃഷ്ടിച്ചു, നമ്മെ പരിപാലിക്കുന്നു, നമ്മളെ രക്ഷിക്കുന്നു. അപ്പോൾ കർത്താവ് നമുക്ക് വേണ്ടി എല്ലാം ചെയ്യുമ്പോൾ കർത്താവിൽ നിന്ന് അകന്നു പോകുന്ന ഒരു ജനമുണ്ട്. ആ ജനത്തോട് അവിടുന്ന് കരുണ കാണിക്കുന്നു, അവർക്കാവശ്യമായിട്ടുള്ള എല്ലാം നൽകുന്നു,
തിരികെ വന്ന് ദൈവസന്നിധിയിലേക്ക് വന്ന് പ്രാർത്ഥിക്കാനും കർത്താവിനോട് ചേർന്ന് നിൽക്കുവാനും അവിടുന്ന് ആവശ്യപ്പെടുകയാണ്. അങ്ങനെയാണ് ദൈവം അബ്രാഹത്തെയും ഇസഹാക്കിനെയും യാക്കോബിനെയും ഒക്കെ വിളിച്ചിട്ട് കർത്താവിനോട് ചേരാൻ വേണ്ടി ഒരു പുതിയ തലമുറയെ രൂപപ്പെടുത്തുക. ദൈവത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരു തലമുറ. അവരുടെ ഇടയിലും പ്രശ്നങ്ങളുണ്ട്, പ്രതിസന്ധികളുണ്ട്. അവിടെ നിന്നൊക്കെ ഒരു തലമുറയെ മാറ്റി വകഞ്ഞ് ഒരു പ്രത്യേക തലമുറയെ, ജൂദ എന്ന് പറയുന്ന തലമുറയെ രൂപപ്പെടുത്തിയെടുത്ത് അവർക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിലും പ്രയാസങ്ങളുണ്ടെങ്കിലും ബലഹീനതകളുണ്ടെങ്കിലും അവരെ എല്ലാം രൂപപ്പെടുത്തിയെടുത്ത് കർത്താവിൻ്റെ വെളിപാടിന് വേണ്ടി ഒരുക്കുന്ന രംഗമാണ് നമ്മൾ കാണുക. അതുകൊണ്ട് നമുക്ക് കൂടുതൽ തീഷ്ണതയോടുകൂടി പ്രാർത്ഥിക്കാം. ഞങ്ങളെ കർത്താവെ ഒരുക്കണമേ. മുന്തിരിച്ചെടി ശാഖ ഉണ്ടെങ്കിൽ മുന്തിരിച്ചെടിയും ശാഖകളിൽ നിന്നുമുള്ള ഉപമകളിൽ പറയുന്നത് പോലെ വെട്ടിയൊരുക്കപ്പെടുകയാണ്. എന്തിനു വേണ്ടിയിട്ട്? കൂടുതൽ ഫലങ്ങൾ ഉണ്ടാകാൻ വേണ്ടി കർത്താവ് വെട്ടിയൊരുക്കുന്ന രംഗമാണ് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ ഉണ്ടാകുന്നത്. അതുകൊണ്ട് എല്ലാ മേഖലകളിലും വെട്ടിയൊരുക്കപ്പെടലുണ്ടാകുമ്പോൾ, സഹനങ്ങളുണ്ടാകുമ്പോൾ സന്തോഷത്തോടുകൂടി സ്വീകരിക്കാനുള്ള കൃപയ്ക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ ഈ പാഠഭാഗങ്ങൾ നമുക്ക് കൂടുതൽ ധ്യാനിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. ജീവൻ നൽകും വചനം. ജ്ഞാനം നൽകും വചനം.